Yeah, I love it. The movie was so amazing. Do you like it? Yes, yes. Thank you for. Enjoy the Yeah, I'm enjoying. That's great experience for me. Cause this is my first time. How's your experience with Kiskindagaman team? How is your experience with Kiskindagaman team? Great experience for me, and I think I was can be a good actress. Can improve my acting. Everyone, yeah, How's your theatre experience? Kerala theatre experience? good. Everything is good. Good experience. Thank you. Yeah. Thank you. Yes. എങ്ങനെയുണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഞാൻ അതിൻ്റെ ഒരു ഹൈയിൽ നിൽക്കുകയാണ്. കാരണം ഞാൻ സ്ക്രിപ്റ്റ് വായിച്ച് സമയം മുതൽ എപ്പോഴും ഇതിങ്ങനെ വിഷ്വലി ഇവർ ഇത് എങ്ങനെ എടുക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ ഡബ്ബിങ് ചെയ്തുമ്പോഴാണ് എൻ്റെ പോർഷൻസ് കണ്ടത്. ഫുൾ ഫിലിമായിട്ട് വിത്ത് സൗണ്ട് വിത്ത് എല്ലാം മിക്സിംഗ് ഒക്കെ ആയിട്ട് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നാമത് ഇതിൻ്റെ കണ്ടൻറ്റ്, ഇതിൻ്റെ സബ്ജക്റ്റ് വളരെ ഒരു അൺയൂഷ്വലാണ്. ഞാനെപ്പോഴും പറയുന്നൊരു കാര്യം, വളരെ വ്യത്യസ്തമായി ചിന്തിച്ച് അങ്ങനെ ഒരു സിനിമകൾ ചെയ്യുന്നത് എപ്പോഴും മലയാളത്തിൽ നിന്നാണ് വരാറ്. അപ്പോൾ അതിന് മലയാളം ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഇതാ വീണ്ടും ഒരു പുതിയ സിനിമ, ഒരു വളരെ ഇൻട്രസ്റ്റിംഗ്ലി ഡിഫറെൻ്റ് ആയൊരു പ്രിമൈസിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു സിനിമ എക്കോ. സോ ദിസ് ഈസ് പ്യുവർലി തിയേറ്റർ എക്സ്പീരിയൻസ് ഫിലിം. ഇതിൻ്റെ മ്യൂസിക് ആയാലും ശരി, സൗണ്ട് ആയാലും ശരി, സിനിമാറ്റോഗ്രഫി ആയാലും ശരി, റൈറ്റിംഗ് ആണെങ്കിലും ശരി, and of course എല്ലാം the direction side of it and great performances. That's what the film is about. So I'm like very happy. അതെ, അത് ഭയങ്കര യുണീക്കാണ്. ഒരു ആള് ഈസ് എ റൈറ്റർ. ഹലോ, റൈറ്റർ കം സ്റ്റോറി, കഥ, തിരക്കഥ, സംഭാഷണം, ഛായാഗ്രഹണം, ഇത് വളരെ റെയറല്ലേ. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒന്ന് കാണുന്നത്. ആൻഡ് ഇറ്റ് വാസ്, പിന്നെ ദിൻജിത്തും ബാഹുലുമായിട്ടുള്ള വർക്കിംഗ് അതൊരു ഡിലൈറ്റാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല, ഞങ്ങൾ അഭിനയിച്ച എല്ലാ ആക്ടേഴ്സിനും ഞങ്ങളുടെയൊക്കെ കരിയറിൽ എപ്പോഴും മനസ്സിൽ എപ്പോഴും നമുക്ക് സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദിസ് ഫിലിം, ദിസ് ക്യാരക്ടർ, എല്ലാവർക്കും അങ്ങനെയായിരിക്കും. ഇതിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസിനും അതാണ്, ദാറ്റ് മേക്സ് എ ഫിലിം ബിഗ് ആൻഡ് ഗ്രേറ്റ്. സോ തീർച്ചയായിട്ടും ഇനി നിങ്ങൾ യു ഹാവ് ടു സപ്പോർട്ട് ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് ബിക്കംസ് എ ബിഗ് ഹിറ്റ്. ഗംഭീരം പടം കാണുമ്പോൾ വിഷ്വലി സന്ദീപ് വളരെ മനോഹരമായി പെർഫോം ചെയ്തു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 5 മിനിറ്റിൽ തന്നെ അവൻ സന്ദീപ് ക്യാരക്ടറിൽ കയറിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ഐ വാസ് വെരി ഹാപ്പി. കരിയറിൻ്റെ ഒരു തുടക്കത്തിൽ തന്നെ അധികം കുറച്ച് പടങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, അതിൽ തന്നെ ഇത്രയും ഡെപ്ത്ത് കൂടിയ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സീരിയസ് കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയിൽ സന്ദീപിന് ചെയ്യാൻ പറ്റി. സന്ദീപ് മനോഹരമായി ചെയ്തിട്ടുണ്ട്. സന്ദീപും വിനീതേട്ടനും അശോകേട്ടനും ഇതിൽ ബാക്കിയുള്ള മലേഷ്യൻ ആർട്ടിസ്റ്റും എൻ്റെ കൂടെയുള്ള സാഹിരിക, വി ഓൾ ഡൺ നൈസ്. താങ്ക് യു. അടിപൊളി പടം. ഒരുമിച്ചാണ് സിനിമ കണ്ടത്. വളരെ വലിയൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഈ സിനിമ. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ലോകത്തിലെ ഏത് ഭാഷക്കാരനും ഈ സിനിമ ആസ്വദിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിഷ്വൽ ലാംഗ്വേജ് ആണ്, വിഷ്വൽ ട്രീറ്റ്. പിന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ദിൻജിത്ത്, ബാഹുൽ, രമേശ് കോമ്പിനേഷൻ കാണാനാണ് വന്നത്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളുണ്ട്. അവരുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും, ഇപ്പോൾ മുപ്പര് പറഞ്ഞ പോലെ തന്നെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി, എഡിറ്റർ, മറ്റേ സൗണ്ട് ഡിസൈൻ, മ്യൂസിക്, എല്ലാ വിഭാഗങ്ങളും, ആർട്ടിസ്റ്റും എല്ലാവരും നന്നായി ചെയ്യും. ഈ സിനിമ നമ്മളാണ് വിജയിപ്പിക്കേണ്ടത്. മലയാള സിനിമയുടെ ഒരു അടുത്ത ലെവലിലേക്ക് സിനിമയെ കൊണ്ടുപോവാണ്, അല്ലേ? നമ്മൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു പാറ്റേണിലേക്ക്. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ മാത്രമേ കാണാവൂ. തിയേറ്ററിൽ മാത്രം കണ്ടാൽ ഇത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അത്രയും ഒരു വീടിന്റെ ശബ്ദം പോലും നമുക്ക് അത്രയും മനോഹരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല തിയേറ്ററിൽ കാണാം, നല്ല തിയേറ്ററിൽ കാണാം. ഇത് മലയാളത്തിന് ഇങ്ങനെ ഒരു കാര്യം കൺസീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതെ, ഓഫ് കോഴ്സ് അതിന്റെ എക്സ്പെക്ടേഷനോട് തന്നെ ഇരുന്നത്. സോ they made it. ഗംഭീരം സിനിമ. Thank you. എങ്ങനെയുണ്ടായിരുന്നു? നല്ല മൂവിയായിരുന്നു. മലയാള സിനിമയിൽ ഓർത്തു വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ തന്നെയായിരിക്കും.
എന്താ പറയാൻ പറ്റുക? എങ്ങനെയുണ്ടായിരുന്നു സിനിമ കണ്ടപ്പോൾ? അടിപൊളി അടിപൊളി പടം. ഇടലം പടം ഒരു മിനിറ്റ് ആണല്ലോ കഥയ്ക്ക് എങ്ങനെയാണോ അതേപോലെ സിനിമാറ്റോഗ്രഫി, ദി ആക്ടിങ്, ദി ഡയറക്ഷൻ, എവറിത്തിങ്, മ്യൂസിക്, സൗണ്ടും അല്ലേ എല്ലാം എല്ലാം അടിപൊളി. സന്ദീപിന്റെ പെർഫോമൻസ് ആണെങ്കിലും പറയണ്ട. അത് പറയാനാണല്ലോ നമ്മളോട് അല്ല മൊത്തത്തിൽ ഭയങ്കര അടിപൊളി പടമാണ്. ഈ പറഞ്ഞ ദിൻജിത്ത് അയ്യത്താൻ അതുപോലെ ബാഹുൽ രമേശ് അവർ കിഷ്കിന്ദാറിനെ കഴിഞ്ഞിട്ട് ചെയ്യുന്ന പടമാണ്. അപ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അടിപൊളിയാണ്. എനിക്കൊന്ന് തിയേറ്ററിൽ തന്നെ കാണുന്ന ഒരു പടമാണ്. എല്ലാം പടം ഈ സന്ദീപിന് പറഞ്ഞ സീനിയർ ആക്ടേഴ്സ് ഉണ്ട് അത് സിനിമ ഇപ്പം നാരായൺ ചേട്ടൻ വിനീത് എല്ലാവരും അവരും നരേന്ദ്രനും വിനീതനും ഒക്കെ തന്നെ ഇതില്ലെങ്കിൽ അശോകൻ ചേട്ടൻ അവരുടെ ക്യാരക്ടറിനും ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ടു പെർഫോം. ഐ തിങ്ക് അപ്പോൾ നാളെ തിയേറ്ററിൽ വരികയാണ് ഷുഡ് ഗോ വാച്ച്. അതെ ഉറപ്പായിട്ടും തിയേറ്ററിൽ കണ്ട പടം. യെസ് അല്ലേ. താങ്ക് യു. ഇപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നല്ല സിനിമയാണ്, അടിപൊളി പടമാണ്, ഗംഭീര പടം. നിങ്ങൾ കണ്ടോ? ഇല്ല അടിപൊളി പടമാണ്. കിഷ്കിന്ദ കണ്ടം വർക്കായ പോലെ തന്നെ ഇതും വർക്കാവും. അത് ഭയങ്കര രസമുള്ളൊരു മിസ്റ്റീരിയസ് ആയിട്ട് ഉള്ള ഒരു പരിപാടിയാണ്. ആൻഡ് ഗംഭീര ഫിലിം മേക്കിംഗ്, നല്ല എഴുത്ത് ആൻഡ് ആർട്ടിസ്റ്റ് പെർഫോമൻസ് എല്ലാം അടിപൊളി. സന്ദീപ് അടിപൊളി, വിനീതേട്ടൻ അടിപൊളി, നരേൻ, എല്ലാവരും, സൗരജ് സസ്തേക്കുണ്ട്, എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. ഗംഭീര സിനിമയാണ്. അത് പണ്ട് ദിൻജിത്ത് ഇതിന് സിമിലറായിട്ട് മറ്റൊരു കഥ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദിൻജിത്തിനോട് അന്ന് അത് ഗംഭീര പരിപാടിയായിരുന്നു. അപ്പം ദിൻജിത്തിനോട് ഞാൻ ചോദിച്ചു, ദിൻജിത്ത് ഇത് എങ്ങനെ വർക്കാവുമെന്ന് ചോദിച്ചു, ഇതെങ്ങനെ നിങ്ങൾ ഷൂട്ട് ചെയ്യുമെന്ന് ചോദിച്ചു. പക്ഷേ ഇന്ന് എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതും വർക്കാവും, അത് ദിൻജിത്ത് ചെയ്യും. എനിക്ക് തോന്നുന്നത് ആ അനിമൽ ട്രിലോജിയിൽ വരുന്ന ഒരു സംഭവം അതായിരിക്കും തോന്നുന്നു. അത് ഇതിലും ഗംഭീര പരിപാടിയാണ്. സോ ഇത് വലിയ വിജയമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തിയേറ്റർ കാണും. ഗംഭീരം. അതായത് നമ്മൾ ഫ്രം ദ ബിഗിനിങ് ഫസ്റ്റ് ഫ്രെയിം തൊട്ട് തന്നെ നമ്മൾ സിനിമയിലിരുന്നു. അതൊരു വിഷ്വൽ എക്സ്പീരിയൻസ് നമുക്ക് അപ്പം തന്നെ കിട്ടുന്നുണ്ട്. ആ ഒരു നമുക്ക് ഇഷ്ടപ്പെടും അവിടെ തന്നെ. പിന്നെ അതിന് കഥ എങ്ങോട്ട് പോകുന്നു, എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പിന്നത്തെ ഫാക്ടർ. അതും നമ്മളെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. അവസാനം ഒരു ക്ലൈമാക്സിലൊക്കെ ഭയങ്കര രസമുള്ള ഒരുപാട് പുതിയ ആൾക്കാർ ലൈക്ക് അതിനകത്ത് ഒരു മലേഷ്യൻ ആക്ടേഴ്സായിട്ട് ആർട്ടിസ്റ്റുകളായിട്ട് കാണിച്ചിട്ടുള്ള ആൾക്കാർ. അവരൊക്കെ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. പക്ഷേ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഡോഗ്സ് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഭയങ്കര അടിപൊളി. നേച്ചർ ഭയങ്കര രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. ആൻഡ് അടിപൊളിയാണ്. ഗംഭീര ആർട്ടിസ്റ്റാണ്. അതിനകത്ത് ഫൈറ്റൊക്കെ ഭയങ്കര രസമായിട്ടാണ് ചെയ്യുന്നത്. അത് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത് ഫൈറ്റും. ആൻഡ് ഭയങ്കര കമ്പോസ്ഡായിട്ട് ഇത് റോൾ ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കൊന്ന് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ തന്നെ വലിയ ഭാഗ്യം. താങ്ക് യു. അടിപൊളി, ഗംഭീരമായിരുന്നു. ഭയങ്കര കാരണം ബാഹുലിൻ്റെ ഈ ആനിമൽ ട്രിലോജി അതിൻ്റെ സെക്കൻഡ് എൻ്റെ ആയിരുന്നു, KCF 2 ആയിരുന്നു. അപ്പം എനിക്ക് പക്ഷേ ആക്ച്വലി ഈ സിനിമയുടെ ഒന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഫ്രഷായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്ന ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാരണം സൗണ്ട് ഡിസൈനും പിന്നെ ബാഹുലിൻ്റെ ക്യാമറ ഒരു രക്ഷയില്ല. അപ്പം ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് തിയേറ്ററിൽ എങ്ങനെയാണ് ഇത് റിസീവ് ചെയ്യുന്നതെന്ന്. എന്തായാലും അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര വർക്ക്. താങ്ക് യു. Amazing. Beautiful film, beautiful performances by everybody. Very amazing, good work of the DOP. ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവിയാണോ? It's a mixture of everything. And yes, of course, an amazing thriller. Okay. Something that we can't predict. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഗംഭീര പടം ചെയ്തത്, അമേസിങ് ഫിലിം. മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ സിനിമ ഉണ്ടായിട്ടുണ്ടാവില്ല. അതൊക്കെ ബാഹുൽ രമേഷിൻ്റെ സ്ക്രിപ്റ്റ് ആൻഡ് എഴുതിയിട്ടുള്ള ആൾ തന്നെ ക്യാമറ ചെയ്യുന്നു. നമ്മൾ കിഷ്കിന്ദ കണ്ടത് കണ്ടതാണ്. സോ അമേസിങ് മൂവി, സച്ച് എ ഡിഫറെൻറ്റ് മൂവി. ഞാൻ ഒന്നും പറയില്ല. അവൻ കൂടുതൽ പറഞ്ഞ സ്പോയിലറായി പോകും. ബൈ ഓൾ മീൻസ് ടെക്നീഷ്യൻസ്, സച്ച് എ വണ്ടർഫുൾ മേക്കിംഗ്. മലയാള സിനിമ വേറെ ലെവൽ. ത്രില്ലിംഗ് സച്ച് എ ത്രില്ലർ. ക്ലൈമാക്സ് ഒന്നും നോ ചാൻസ്. അമേസിങ് ഫിലിം. താങ്ക് യു. അപ്പോൾ സിനിമ ഉണ്ടായിരുന്നു. ഗുഡ്. ചേട്ടാ സിനിമ ഉണ്ടായിരുന്നു. എക്സലന്റ്. അടിപൊളിയാണ്. അപ്പോൾ സിനിമ ഉണ്ടായിരുന്നു. ഗംഭീര പടമായിരുന്നു. പെർഫോമൻസും എല്ലാം എനിക്ക് കിഷ്കിന്ദ കാണത്തിനെക്കാളും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം കൊണ്ടും ഭയങ്കര രസമുള്ളൊരു പടം. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അടിപൊളി പടം. എല്ലാവരും തിയേറ്ററിൽ മിസ്സാക്കാൻ പാടാത്തൊരു പടം. പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? എവ്രി വൺ അടിപൊളി. സന്ദീപ് കലക്കിയിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട്. വെച്ച് നോക്കാൻ എനിക്കറിയില്ല, പക്ഷേ രണ്ടും രണ്ട് എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. പക്ഷേ ടുവേർഡ്സ് ദി എൻഡ് അത് ആസ് യൂഷ്വൽ ദിൻജിത്തേട്ടൻ്റെ മാജിക് ഉണ്ട്, ബാഹുലേട്ടൻ്റെയും അതുണ്ട്. ഭയങ്കരമായിട്ട് ത്രില്ലിംഗ് ആണ്. ഭയങ്കരമായിട്ട് നമ്മളെ
എന്താ പറയുക ക്യാപ്റ്റിവേറ്റ് ചെയ്ത് അങ്ങനെ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് പിടിച്ചു. അടിപൊളി. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇറ്റ്സ് എ വെരി ബ്രില്യൻറ്റ് മൂവി. ഭയങ്കര ഡയറിങ് അറ്റംപ്റ്റ് ആണ്. ഞാനത് ഓൾറെഡി പല സ്ഥലത്തും പറഞ്ഞു. ലൈക്ക് ഡയറക്ടർക്കായാലും അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ, റൈറ്റർ ബാഹുലിനായാലും എൻ്റെ കാസ്റ്റിനായാലും ഭയങ്കര ഹാറ്റ്സ് ഓഫ് ടു ദം. ഭയങ്കര ഡയറിങ് അറ്റംപ്റ്റ് അവർ ചെയ്തേക്കുന്നത്. അതിന് ബാക്കപ്പ് ചെയ്ത പ്രൊഡ്യൂസർക്കും ഭയങ്കര ഒരു ക്ലാപ്പ് അർഹിക്കുന്നു. കാരണം നമ്മൾ ചിന്തിക്കും ഇങ്ങനൊരു സിനിമ എടുക്കണമെന്ന്. ഈ ഒരു സമയത്ത്, അതായത് ഈ സമയത്ത് തിയേറ്ററിക്കൽ മൂവീസ് എന്ന് പറയുന്നൊരു കാലഘട്ടമാണല്ലോ, ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ. അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഭയങ്കര ഡ്രാമ, ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള കുറേ ട്വിസ്റ്റുകളും കുറേ ക്യൂരിയോസിറ്റിയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ, അതിൻ്റെ വിഷ്വലും മേക്കിംഗ് എല്ലാം അടിപൊളി. പെർഫോമൻസ് ഒരു രക്ഷയില്ല പറയാനായിട്ട്. വിനീതേട്ടനായാലും നരേൻ ചേട്ടനായാലും സന്ദീപ്, എല്ലാവരും ലൈക്ക് ഒന്നിനൊന്നും മെച്ചം, അത്രേ പറയാൻ പറ്റുള്ളൂ. സന്ദീപിൻ്റെ ഒരു മൈൽ സ്റ്റോൺ പെർഫോമൻസ് എന്ന് തന്നെ പറയാം കരിയറിൽ. അത് അവർ ആ ക്വാളിറ്റി നഷ്ടപ്പെടാതെ, ആ ഒരു എക്സ്പെക്റ്റേഷൻ നഷ്ടപ്പെടാതെ തന്നെ അവരുടെ അടുത്ത പടം അതേപോലെ തന്നെ ചെയ്തിട്ട് അതിന് മേളിൽ വേണമെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. നല്ല സിനിമയാണ്, അടിപൊളിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. നല്ലൊരു മൂവിയാണ്. അടിപൊളി പടം. സന്ദീപിൻ്റെ പെർഫോമൻസ് കൊള്ളാം. ടെക്നിക്കലി എല്ലാവരും കൊള്ളാം. ടെക്നിക്കലി വെരി ബ്രില്യൻറ്റ് മൂവി. കാണണം, എല്ലാവരും കാണണം. അടിപൊളി ഗംഭീര പടം. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. പൊളി എക്സ്പീരിയൻസ്, ടെക്നിക്കലി പൊളിയാണ്. അടിപൊളി. സന്ദീപ് പൊളി. സന്ദീപ് ഒരു രക്ഷയില്ല. എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയാണ്. എല്ലാവരും ഒന്നിനൊന്നിന് പൊളിയാണ്. അതെ, സെയിം ടീമാണ്. ഡിഫറെന്റ് ഒരു സബ്ജക്റ്റ് ആണ്. നിങ്ങൾ കണ്ടുനോക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നത്. അത് ഗംഭീര പടമാണ്. താങ്ക് യു. തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. സന്ദീപും എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്ന സിനിമയാണ്. നല്ലൊരു വിഷ്വൽ ലാൻഡ്സ്കേപ്പ് ഒക്കെ ഭയങ്കര രസമാണ്. ആ ഒരു സെയിം ഫീലുണ്ട്. അതെന്നാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സ്റ്റോറിയാണ് താനും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ഓഡിയോ ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും സ്റ്റോറി ലൈൻ ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ല രസമായിരുന്നു. എല്ലാം കൊള്ളായിരുന്നു. ത്രില്ലറാണ്. എന്നാൽ എലിമെൻറ്റ്സ് ഓഫ് നേച്ചർ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും. എല്ലാവരും നന്നായി ചെയ്തു. എല്ലാം അടിപൊളിയാണ്. തിയേറ്റർ വാച്ചാണ്. ബിഗ് സിനിമ. ഞാൻ എൻ്റെ സൗണ്ട് ഡിസൈനറാണ്. നന്നായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ചെയ്ത വർക്കിൻ്റെ ഒരുപാട് കിട്ടുന്നുണ്ട്. എല്ലാവരും അടിപൊളിയാണ്. പടം നമ്മൾ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് കിഷ്കിന്ധാകാന്ഡെന്ന് പറഞ്ഞ് വരുന്നവർക്ക് 100% വർത്താണ്. ഞാൻ അഭിപ്രായം പറയുന്നതിനേക്കാളും വന്ന് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുക. ഗംഭീര അനുഭവമാണ്. ഭയങ്കര കിടിലം, ഭയങ്കര ഫീലാണ് സിനിമ. അത് അതിൻ്റെ ഒരു 100 ഇരട്ടിയുണ്ട് സിനിമയിൽ. ഭയങ്കര ഫീലാണ്. ഗംഭീര സിനിമ. ഭയങ്കര നമുക്ക് അതിൽ നിന്നൊരു അതിൻ്റെ ഒരു ഹാങ് ഓവർ വിട്ടു വന്നിട്ടില്ല. ഭയങ്കര ഗംഭീര സിനിമ. ഇപ്പം ഇല്ല, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അസൂയ തോന്നി. ഗംഭീര സിനിമ. അസൂയ തോന്നി. ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എടുക്കുന്നത് കണ്ട് നമുക്ക് ഭയങ്കര സ്റ്റണ്ണിങ് വിഷ്വല്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുക. ഗംഭീര സിനിമ. അതാണ് അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യും. നമ്മുടെ റൈറ്റിംഗ് ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, വേറെ ലെവൽ ടോപ്പ് നോച്ച് ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. അത് അവർ വേറെ ലെവലിലാണ്. മലയാള സിനിമയെ അവർ വേറെ തലത്തിലാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗംഭീരം. അടിപൊളി. അടിപൊളിയാണ്. എല്ലാവരും എന്തായാലും കാണുന്നവരാ പറയുന്നത്. സൂപ്പർ മൂവി. വെരി നൈസ്. രഞ്ജിത്തേട്ടൻ ചെയ്തു വെച്ച ആ മൂവി, ആ കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ ഒരു പിടി മുകളിലായിട്ട് തന്നെയുള്ള. സോ എന്തായാലും മസ്റ്റ് വാച്ചാണ്. അടിപൊളിയായിരുന്നു. സൂപ്പർ. നല്ല ഒരു എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ പറ്റുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരു ഉള്ളിലൊരു ടെൻഷനും എല്ലാം ചെയ്യുന്നത്. അടിപൊളി മൂവി. ഇപ്പോൾ രഞ്ജിത്തേട്ടൻ്റെ ഒരു സൂപ്പർ പടം കൂടെ നമ്മൾ കണ്ടു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സന്ദീപ് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും അടിപൊളി. വിനീതേട്ടൻ അടിപൊളിയായിട്ടുണ്ട്. പിനിച്ചേട്ടൻ അടിപൊളിയായിട്ടുണ്ട്. നരേൻ ചേട്ടൻ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. അവൻ ചോദിച്ചോട്ടെ.
എല്ലാവരും അടിപൊളിയായിരുന്നു. എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഡയറക്ഷൻ, ആക്ഷൻ, ആക്ടിങ്, ക്യാമറ, മ്യൂസിക്, എവറിത്തിങ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആദ്യം തൊട്ട് അവസാനം വരെ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു മൂവി. പിന്നല്ലാതെ തിയേറ്ററിൽ തന്നെ വേറെ പോയി അതെ 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 അതിൻ്റെ കാണാനുണ്ട്, അതിൻ്റെതായ ഒരു ഡിഫറൻസിയേഷൻ കാണാനുണ്ട്. ആൻഡ് ഇറ്റ്സ് സോ എൻഗേജിങ്. ഡെഫിനറ്റ്ലി ഭയങ്കര ത്രില്ലിങ്. അതെ, ആദ്യം തൊട്ട് അവസാനം വരെ ഇങ്ങനെ കൊണ്ടുപോകും. വെരി നൈസ്. എന്തായാലും കാണാം. അടിപൊളി. കളിക്ക്, എല്ലാവരും കളിക്ക്. ഞാനൊന്ന് ഇറങ്ങിക്കട്ടെ. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അതല്ല, ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു മൈൽസ്റ്റോണായ, ഇതിനു മുമ്പ് മൈൽസ്റ്റോണായ ഒരു മൂവിയിലും നരഞ്ജേട്ടൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും മലയാള സിനിമ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിയ ഒരു മൂവിയിലും നരഞ്ജേട്ടനുണ്ട്. ഭാഗ്യം ദൈവാധീനം, ഭാഗ്യം, അത്ര തന്നെയുള്ളൂ. ഈ സിനിമയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഈ സിനിമ ഗംഭീരമായിട്ട്, എന്ന് വെച്ചാൽ മേക്കിംഗ് അസാധ്യമായിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിക്കും കോരിത്തരിക്കണ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. ക്ലൈമാക്സ് ആകുമ്പോഴേക്കും വേറെ ലെവലിൽ ശരിക്കും നന്നായിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ, നാളെ പടം ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മേക്കിംഗ് അടിപൊളി. പിന്നെന്താ, തീർച്ചയായിട്ടും അതാണ്. അവരുടെ ലെവൽ താഴത്തേക്ക് പോവാണ്ട് ദേ കുഡ് കീപ്പ് ഇറ്റ് അപ്പ്. അതൊരു ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയാണ്. ശരിക്കും അസലായിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫിയോ അതെ, എല്ലാം അതെ. നരേന്ദ്രൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പോട്ടെ. താങ്ക് യു.